ഹായ് ഓൾ. നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തില്ലേ, ഇനി അതിൽ വെക്കാൻ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യാം. ഇതുപോലുള്ള ഫ്ലവേഴ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ ഫ്ലവേഴ്സ് ചെയ്യാൻ ഒരു A4 ഷീറ്റാണ് വേണ്ടത്. അതിന് ഏത് കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ പേപ്പർ ഇങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഫസ്റ്റ് 4 സ്ക്വയർ പീസസ് ആണ് നമുക്ക് ഈ ഫ്ലവർ ചെയ്യാൻ ആവശ്യം. ഇങ്ങനെ എടുത്ത് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യാം. 4 പീസസ് കിട്ടി. അതിലൊരു പീസ് എടുക്കുക. ഇനി നമ്മളെങ്ങനെ ഓരോ പെറ്റൽസ് കട്ട് ചെയ്ത് നോക്കാം. ഇതിലിങ്ങനെ കോണ് കട്ട് ചെയ്തു, കോൺ വെച്ചു, ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി. ഇങ്ങനൊരു കേവ് കട്ട് ചെയ്യാം. ഈ പെറ്റൽസുള്ള ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടി. ഇതുപോലെ ഈ ബാക്കിയുള്ള 3 പേപ്പേഴ്സ് നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്യണം. 4 സെറ്റും റെഡിയായി. ഇനി എന്ത് ചെയ്യണം? ഓരോ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കട്ട് ചെയ്തു. Then 2 petals. Third step 3 petals കട്ട് ചെയ്യാം. ആവശ്യമില്ല കേട്ടോ. ഇത് ചെയ്ത ശേഷം ഇനി പെറ്റൽസ് ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. ഈ കട്ട് ചെയ്ത ഈ ഭാഗത്ത് ഈ പെറ്റലിൽ കുറച്ച് ഗ്ലൂ വയ്ക്കുക, ഇങ്ങനെ ഒട്ടിക്കാം. ഈ 3 പെറ്റൽസ് വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഒട്ടിക്കണ്ട, ഇതിൻ്റെ എഡ്ജിൽ മാത്രം ഗ്ലൂ വെച്ച് ഇവിടെ മാത്രം ഒട്ടിച്ചാൽ മതി. ഇപ്പം 2 പെറ്റൽസ് വരുമ്പോഴും സെയിം എഡ്ജിൽ. ഇങ്ങനെ വെച്ചു. കുറച്ചൊരു ഫോൾഡായി വരും. ഇങ്ങനെ കുറച്ചൊന്ന് കേർവായിട്ടില്ല. ഈ സിസേഴ്സ് വെച്ച് പെറ്റൽസ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നിങ്ങനെ വളഞ്ഞിരിക്കും. ഇതുപോലെ എല്ലാതും സിസേഴ്സ് വെച്ച് ഇങ്ങനെ ചെയ്യാം. കൂടുതൽ പ്രഷർ കൊടുക്കണ്ട. കൂടുതൽ പ്രഷർ കൊടുക്കുമ്പം പേപ്പർ ഡാമേജ് ആവും.
ഇങ്ങനെ ചെയ്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ വയ്ക്കും. ഗ്ലൂ അപ്ലൈ ചെയ്തു, ഒട്ടിച്ചു. ദെൻ അഗെയിൻ ഗ്ലൂ വയ്ക്കുക. അടുത്ത സെറ്റ് നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പെറ്റലിൻ്റെ ഗ്യാപ്പിൽ മുകളിലുള്ള സ്റ്റെപ്പ് വരണം. ആ രീതിയിൽ വേണം ഫ്ലവർ സെറ്റ് ചെയ്യാൻ. ഈ 2 പെറ്റൽസ് വരുന്നത് ഇതിൻ്റെ ഈ കോർണറിലെ ആ കോണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉള്ളിലേക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കോണ് കട്ട് ചെയ്യാം. സിംഗിളും 2 പെറ്റലും വരുന്നത് മാത്രം. കുറച്ച് സമയം ഇത് വെക്കണം, ആ ഗമ്മ ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ഫ്ലവർ സെറ്റാവുന്ന ടൈമിൽ എന്ത് ചെയ്യാം, സ്റ്റെംസ് ചെയ്യാം. സ്റ്റെം ചെയ്യാൻ ഒരു ഗ്രീൻ കളറ് A4 ഷീറ്റ് എടുത്ത്, നിങ്ങൾ ഗ്രീൻ കളർ ഇല്ലയെന്ന് കരുതി മേടിക്കൊന്നും വേണ്ട. നിങ്ങൾ A4 ഷീറ്റ്, പ്ലെയിൻ A4 ഷീറ്റില്ലേ വൈറ്റ് കളർ, അത് നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഗ്രീൻ കളർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. ഈ സൈഡ് ചെറുതായിട്ടൊന്ന് കിട്ടും ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ 2 സൈഡും ഇങ്ങനെ വയ്ക്കാം. നമ്മുടെ ഫ്ലവർ ഉണങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇവിടെ ഗ്ലൂ വയ്ക്കുക. ഈ 2 സൈഡും ഗ്ലൂ വയ്ക്കുക. ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. കൂടെ കുറച്ച് ലീവ്സും ചെയ്യാം. ലീവ്സ് ചെയ്യാൻ ഇതിങ്ങനെ ഒരു പേപ്പർ എടുക്കുക, ഫോൾഡ് ചെയ്യുക, ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. നമ്മൾ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.